ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا وسيصلون سعيرا. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും യഥാർത്ഥ ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തി കൊടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഇന്നതാണ് ഇസ്ലാം. അത് ജീവിതത്തോട് ചേർത്ത് നിർത്തിയാൽ മാത്രമേ നല്ലൊരു മനുഷ്യനാവാൻ സാധിക്കൂ, അതുവഴി അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കൂ എന്ന ധാരണയോടുകൂടി തന്നെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും വ്യക്തമായ മാറ്റം വരുത്താൻ, ആ മാറ്റം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മളിൽ പലർക്കും സാധിച്ചിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പല മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളും വേണ്ടത്ര സൂക്ഷ്മത പുലർത്താത്ത, ഗൗരവത്തോടുകൂടി ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ഇസ്ലാമിലെ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയം. മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ വരുത്തുന്ന നമ്മിൽ പലർക്കും എന്താണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം, ആ അനന്തരാവകാശത്തോട് കാണിക്കേണ്ട നീതി എന്ത്, അതെങ്ങനെയാണ് വീതിക്കപ്പെടേണ്ടത്, എപ്പോഴാണ് വീതിക്കപ്പെടേണ്ടത്, ഇതൊക്കെ പഠിച്ച ആളുകൾ നമ്മളെ കൂട്ടത്തിൽ കുറവാണ്. പഠിച്ചവരിൽ പലരും സൗകര്യപൂർവം അത് മറക്കുകയും ചെയ്യും. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങളിൽ, എല്ലാ കുടുംബങ്ങളിലും പകയും വിദ്വേഷവും ബന്ധങ്ങൾ അകൽച്ചയും
അതിനേക്കാളേറെ അമർഷത്തോടു കൂടി ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഇന്ന് പല കുടുംബങ്ങളും. വലിയ അക്രമമാണ് പലരും അനന്തര സ്വത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജേട്ടൻ കാണിച്ച അക്രമം, മരണത്തിന്റെ മുൻപ് ചില വാപ്പ ഉമ്മമാര് കാണിക്കുന്ന അക്രമം, ഒരേ മാതാപിതാക്കളുടെ മക്കൾ തമ്മിൽ കാണിക്കുന്ന അക്രമം, ഇതൊക്കെ പല കുടുംബത്തിന്റെയും ഉറക്കം കെടുത്തുകയും ഇന്നും മുഖത്തോട് മുഖം നോക്കുന്നത് പോട്ടെ, മരിച്ചാൽ പോലും ആ മയ്യത്ത് കാണാൻ പോകുന്ന വിഷയത്തിൽ പോലും മനുഷ്യരെ തടയുന്നത് അനന്തരാവകാശത്തിൽ കാണിക്കുന്ന ചില അക്രമങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഗൗരവത്തോടെ പഠിപ്പിച്ചു, വലിയ സൂക്ഷ്മതയും ജാഗ്രതയും കാണിക്കേണ്ട ഒരു വിഷയമാണ് അനന്തര സ്വത്ത്. ആ വിഷയത്തെക്കുറിച്ച് ഇസ്ലാം നിരവധി ആയത്തുകൾ വിശദീകരിച്ചപ്പോ വിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായത്തിലെ തുടക്കത്തിൽ തന്നെ റബ്ബ് ഓർമ്മപ്പെടുത്തി, ലിർരിജാലി നസീബുൻ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന. ലിർരിജാലി പുരുഷന്മാർക്കുണ്ട്, നസീബുൻ ഓഹരിയുണ്ട്. ആരുടെ ഓഹരിയുണ്ട്? മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന. അവരുടെ പിതാക്കന്മാരുടെ, മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സ്വത്തിലുള്ള അവകാശം ചിലത് ചില ആളുകൾക്ക് എത്തിപ്പെടും. തൊട്ടടുത്ത വാക്കിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തി, വലിൻ നിസാഇ നസീബുൻ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന. മാതാപിതാക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും വിട്ടേച്ചു പോയ ആളുകളുടെ സ്വത്തിൽ ആണിനെങ്ങനെയുണ്ടോ അതുപോലെ ചില ഓഹരി പെണ്ണിലേക്കും പോകും. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, മിമ്മ കൊല്ല മിൻഹു ഔ കസുറ. അതൊരു കാസന്റാണെങ്കിലും ശരി, ഏക്കറയാണെങ്കിലും ശരി, അതൊരു ചെറുതാവട്ടെ വലുതാവട്ടെ, ഓഹരി ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിലെ ഓഹരി ഓരോരുത്തർക്കും നിർബന്ധമാക്കപ്പെടും. നസീബൻ മഫ്റൂദ. ആ ഓഹരികൾ മഫ്റൂദാണ്, നിർബന്ധമാക്കപ്പെട്ടതാണ്. അംഗീകരിച്ചുകൊണ്ട് ചിലർ വിട്ടു തന്നാലൊഴികെ അർഹതപ്പെട്ട മുതൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനന്തര സ്വത്ത് വീതിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഉലമാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കലും അനന്തര സ്വത്ത് വീതിക്കുമ്പോ നിങ്ങൾ അനീതി കാണിക്കരുത്. ഒരിക്കലും അക്രമത്തോടുകൂടി നിങ്ങൾ അനന്തര സ്വത്ത് വീതിക്കരുത്. പക്ഷപാതിത്വമോ സ്വജന താൽപര്യമോ അനുകൂല മനോഭാവമോ ഞങ്ങളോട് കാണിക്കുന്ന അനുകമ്പയോ ഇതൊന്നും ഇസ്ലാം പ്രകടിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച രംഗം ഇസ്ലാമിന്റെ അനന്തര സ്വത്തിന്റെ വിഷയത്തിലാണ്. താക്കീദിന്റെ സ്വരത്തിൽ റബ്ബദാ വിഷയം ഓർമ്മപ്പെടുത്തി, ഇന്നല്ലദീന യഅകുലൂനൽ അംവാലൽ യതാമ. ഇന്നല്ലദീന തീർച്ചയായും യഅകുലൂന അവർ കഴിക്കുന്നു, അംവാലൽ യതാമ ളുൽമൻ യതീം മക്കളുടെ സ്വത്തുക്കൾ അന്യായമായി അവർ തിന്നുന്നുണ്ടെങ്കിൽ, ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറൻ, അവരുടെ വയറവർ നിറച്ചുകൊണ്ടിരിക്കുന്നത് നരകത്തിലെ അഗ്നി കൊണ്ടാണ്. എന്നിട്ട് ഓർമ്മപ്പെടുത്തി, വസയസ്ലൗന സഈറ. എത്ര നിന്ദ്യകരമായൊരു മടക്കമായിരിക്കും അവർക്ക്. ഇന്ന് നമ്മൾ പുറത്തു കാണുന്ന മടക്കമല്ല പലർക്കും ഉള്ളിൽ. മരണം ഏവർക്കും ഒരേ കോലത്തിലാണെങ്കിലും പലരുടെയും മടക്കം വേദനാജനകമാണെന്നും അനുഭവിക്കുന്ന വേദനയുടെ അളവ് പോലും ഒരു മനുഷ്യന് ചിന്തിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത നിലക്കാണെന്നും ഇതിന്റെ നിർവചനത്തിൽ ഉലമാക്കൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഗൗരവപ്പെട്ട വിഷയങ്ങളുണ്ട്. കാരണം യതീം മക്കളുടെ സ്വത്ത് വീതിക്കുന്നിടത്ത് വലിയ തിന്മകൾ ഈ സമൂഹത്തിൽ വ്യാപകമാകുന്നു. പലപ്പോഴും ഇത് പറയുന്ന സമയത്ത് ചിലരെങ്കിലും ആശ്വസിക്കുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾ യതീമുകളല്ല. വാപ്പ വയസ്സായിട്ട് മരിച്ചതാ, അതിന്റെ അർത്ഥം നിങ്ങൾ യതീം മക്കളല്ല എന്നല്ല. ഉലമാക്കൾ രേഖപ്പെടുത്തി, യതീം എന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശം മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെടുന്ന അവസ്ഥയാണ്. ആ മരണപ്പെടുന്ന അവസ്ഥയിൽ നിങ്ങളെ അനിയന് നിങ്ങൾ വിട്ടേച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ അനിയൻ യതീമ, നിങ്ങളുടെ ജ്യേഷ്ഠൻ യതീമ. ബാപ്പ കുറച്ച് പ്രായം വന്ന് മരിച്ചതുകൊണ്ട് അത് യതീം മക്കളെ സ്വത്താവൂല എന്നുള്ളൊരു ധാരണയല്ല ആ സ്വത്ത് വീതിക്കുമ്പോണ്ടാവേണ്ടത്. എന്റെ അനിയൻ യതീമാണെങ്കിൽ അവൻ അർഹതപ്പെട്ടത് കിട്ടണം. എന്റെ പെങ്ങൾ യതീമാണെങ്കിൽ അവൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം. ഇന്ന് പലപ്പോഴും ചില ആളുകൾ ആ നിലക്ക് ചിന്തിക്കുന്നിടത്താണ്
അനന്തര സ്വത്ത് വീതിക്കുന്നിടത്ത് പല ആളുകളും അത് വീതം വെക്കാത്ത അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തിന്റെ പേരിൽ? കാരണവർക്ക് വലിയ താല്പര്യമല്ല, അല്ലെങ്കിൽ പങ്ങന്മാർക്ക് വലിയ താല്പര്യമല്ല. അതൊരിക്കലും ഇസ്ലാമിന്റെ നിയമമല്ല. അങ്ങനെ താല്പര്യക്കുറവ് കൊണ്ട് മരിച്ചുപോയൊരു രക്ഷിതാവിന്റെ സമ്പത്ത് വീതം വെക്കാതെ പിടിച്ചു വെക്കാൻ ഒരു അർഹതയും ഒരു കൽപ്പനയും ഇസ്ലാം നൽകിയിട്ടില്ല. അത് അവകാശികളിലേക്ക് എത്തണമെന്നും ആളുകളുടെ താല്പര്യം നോക്കിയിട്ടല്ല. അർഹതപ്പെട്ടവനും അത്യാവശ്യക്കാരനും ആവശ്യക്കാരനുമായ മക്കളുണ്ടെങ്കിൽ ആ മക്കളിലേക്ക് നിങ്ങളത് ഏൽപ്പിച്ചു കൊടുക്കണമെന്നും ഇസ്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തി തന്നു. അള്ളാന്റെ ഹബീബ് താക്കീദിന്റെ സ്വരത്തിൽ കൽപ്പിച്ചു. ഇന്ന് ചിലപ്പം മൂത്ത ജേട്ടന് സാമ്പത്തികമായി നല്ല സ്ഥിതി ഉണ്ടാകും, അതുകൊണ്ട് തന്നെ വാപ്പാന്റെ മുതൽ അവിടെ നിൽക്കട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചേക്കാം. പക്ഷേ ബാക്കിയുള്ള മക്കൾക്ക് അതിന് അത്യാവശ്യക്കാരാണെങ്കിൽ മൂത്ത കാരണവരുടെ ഒപ്പുണ്ടെങ്കിലേ നടക്കൂ എന്നത് രീതിയാണെങ്കിൽ ആ ഒപ്പിന് വേണ്ടി അനിയന്മാരെ വഞ്ചിച്ചും സമയം മാറ്റിവെച്ചും കണ്ണിൽപ്പെടാതെ നടക്കുന്ന ജ്യേഷ്ഠനാണെങ്കിൽ അക്രമമാണത്. ഇതെന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാ. ഒരുപക്ഷെ ആ സമ്പത്ത് വീതം വെക്കുന്നതോടുകൂടി നിങ്ങൾക്കുള്ളത് അല്പമാണെങ്കിൽ പോലും അവന് കിട്ടുന്നത് കൊണ്ട് അവൻ രക്ഷപ്പെടുമെങ്കിൽ, അവൻ അത്യാവശ്യക്കാരനാണെങ്കിൽ അവനത് വിട്ടേച്ചു കൊടുക്കണം, തങ്ങൾക്കത് കൊടുത്തേക്കണം. ആ നിലക്കാണ് ഇസ്ലാം ആ വിഷയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് കൊടുക്കാതെ ആരെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ പിന്നീട് കാലങ്ങളോളം കഴിഞ്ഞു, വീതം വെക്കേണ്ട ജ്യേഷ്ഠൻ മരണപ്പെട്ടു, ജ്യേഷ്ഠന്റെ മക്കളോട് ഇരക്കേണ്ടി വന്നു, ജ്യേഷ്ഠന്റെ മക്കളിൽ പലരും പല നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമായി. നാലഞ്ചാളുകളുടെ ഒപ്പിന് വേണ്ടി ഇന്നും അവനാൻ അനുവദിക്കപ്പെട്ട ഒരു വാപ്പാന്റെ അർഹതപ്പെട്ട ഒരു ഉമ്മാന്റെ അർഹതപ്പെട്ട സ്വത്തിന് വേണ്ടി നമ്മളുടെ ഒപ്പക്കുറവ് കൊണ്ട്, പിന്നെ നമ്മളെ മരണം കൊണ്ട് നമ്മളെ മക്കളെ മുൻപിൽ വന്ന് ആ മക്കളിൽ 10 പേരുടെ കാല് പിടിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവന്റെ ഖബർ ജീവിതം പോലും അത്ര റാഹത്താവില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു. നിങ്ങൾ ജീവിക്കുകയും നമസ്കരിക്കുകയും അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്തു. പക്ഷേ അനന്തര സ്വത്തിൽ നിങ്ങൾ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദഖലന്നാർ, നരകമല്ലാത്തതൊന്നും അള്ളാഹു അവന്റെ ഖബറിൽ ബാക്കി വെക്കുകയില്ല. അതുകൊണ്ട് ആ ലോകത്തിന്റെ റസൂലുള്ള വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും തിൽക ഹുദൂദുല്ലാഹ്, നിങ്ങളുടെ ഔദാര്യമല്ലത്, അത് റബ്ബ് നിശ്ചയിച്ച നിയമമാ. ആ ഓഹരി റബ്ബിന്റെ നിയമം. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ ഖാലിദീന ഫീഹാ. ആര് ആ നിയമം അനുസരിക്കുന്നുവോ അവർ റബ്ബിന്റെ തീരുമാനത്തിൽ ഏറ്റവും ഭംഗിയോടെ മുൻപോട്ട് പോകുകയാണെങ്കിൽ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പ് റബ്ബ് അവർക്ക് നൽകും. വദാലിക്കൽ ഫൗസുൽ അളീം, അതാണ് അവർക്കുള്ള പ്രതിഫലം, ഉന്നതമായ പ്രതിഫലം. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, വമൻ യഅസില്ലാഹ, ആരെങ്കിലും അതിൽ അനുസരണക്കേട് കാണിച്ചാൽ, ആരെങ്കിലും അതിൽ അക്രമം കാണിച്ചാൽ. ഇത് പൊതുവെ പറയാനുള്ള കാരണം ഇന്ന് പലരും ആ വിഷയത്തിൽ വേണ്ടത്ര സൂക്ഷ്മത കാണിക്കുന്നില്ല. വർഷങ്ങളോളം അത് കെട്ടിക്കടക്കപ്പെടുന്നു, ആർക്കും ഉപകാരമില്ലാതെ. ഉപകാരപ്പെടേണ്ട വ്യക്തികളിൽ പലരും ബാധ്യതയോടെ മരിച്ചു പോകുന്നു. ഒരു വ്യക്തി അവന്റെ ബാധ്യത വെച്ച് അർഹതപ്പെട്ടത് കിട്ടാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ബാധ്യതക്ക് പോലും കുടുംബക്കാര് ബാധ്യതക്കാരായി മാറും, അവരിലേക്ക് അതിന്റെ പാപം വരും. ഇസ്ലാം കൃത്യമായി ഉലമാക്കൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളുടെ നമസ്കാരം, നോമ്പും ഇബാദത്തും ഒക്കെ നശിപ്പിക്കാൻ അത് കാരണമാകും. ബാധ്യത വെച്ച് മരിക്കുന്നവന്റെ മയ്യത്ത് പോലും അള്ളാന്റെ ഹബീബ് നമസ്കരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള ഒരു ബാധ്യതക്കാരനെ വീട്ടാൻ മാത്രം സ്വത്തുണ്ടായിട്ടും ചില വാശി കൊണ്ട്, ദേഷ്യം കൊണ്ട്, പക കൊണ്ട് നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാ. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു, റബ്ബിന്റെ നിയമം ആരെങ്കിലും അവഗണിക്കുകയും ചെയ്താൽ യുദ്ഖിലുഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ, നിന്ദ്യകരമായ വേദനാജനകമായ ഒരു ശിക്ഷയായിരിക്കും അവന് റബ്ബ് കാത്തുവെച്ചിട്ടുണ്ടാവുക. ആവർത്തിച്ചാവർത്തിച്ച് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബിന്റെ കൽപ്പന വന്നു, നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ സമ്പത്ത് നിങ്ങളിലേക്ക് ചേർത്ത് കഴിക്കാൻ പാടില്ല, അനുഭവിക്കാൻ പാടില്ല, അതിൽ നിന്നും ഉപകാരമെടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടോ എല്ലാവരുടെയും അനുവാദം ഉണ്ടാകണം. ഇന്ന അക്കലമാലുൽ മീറാത്ത, നിങ്ങൾ ആരുടെയെങ്കിലും അനന്തര സ്വത്ത് അന്യായമായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, തിന്നുന്നുണ്ട് എങ്കിൽ, ബിഗൈരി ഹക്കിൻ, ഒരു സംതൃപ്തിയുമില്ലാതെ, അതിന്റെ വരും വരായികളോ അതിന്റെ ഹക്കും പാത്തിലോ നോക്കാതെ, പരിഗണിക്കാതെ, ബോധ്യപ്പെടുത്താതെ
കാർന്നോരായി എന്ന കാരണത്തിന്റെ പേരിലോ, അല്ലെങ്കിൽ മൂത്തവനായി എന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ളിടത്തുനിന്ന് പെണ്ണ് കെട്ടിയ ഇളയോനായി എന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ പെങ്ങന്മാരായി പെൺകുട്ടി തന്നെ ആയതുകൊണ്ട് എന്നതിന്റെ പേരിലോ ഹക്കല്ലാത്തൊരു മുതൽ നിങ്ങൾ തിന്നുന്നുണ്ടെങ്കിൽ മിൻ അഅ്ളമുൽ ദുനൂബ്, വമ്പിച്ച ശിക്ഷ ലഭിക്കാൻ നിങ്ങൾ കാത്തിരുന്നുകൊള്ളുക. മിനൽ അഅ്ളമിൽ ദുനൂബ്, അവർക്കാകുന്നു വമ്പിച്ച ശിക്ഷ എന്ന് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു പിതാവിന്റെ സ്വത്തിൽ നിന്നും ആദായം എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് വീതിക്കുന്നത് വരെ നിങ്ങൾ ആദായം എടുക്കുന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ പാടില്ല. ആദായത്തിന്റെ വരവ് ചെലവ് അണപ്പൈ തെറ്റാതെ ക്ലിയറാക്കി വെക്കണം. കാരണം 1 രൂപയുടെ പേരിൽ നിങ്ങളെ സ്വർഗം നിങ്ങൾക്ക് തടയപ്പെടാൻ പാടില്ല. 1 ലക്ഷത്തിന്റെ പേരിൽ നരകാവകാശിയാവാൻ പാടില്ല. നമ്മളെ കുടുംബത്തിന് നമ്മൾ തിന്നാൻ കൊടുത്തത് ഒരിക്കലും ഹക്കല്ലാത്ത മുതലാവാൻ പാടില്ല. മൻ ഖതഅ മീറാസ വാരിസിൻ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, മൻ ഖതഅ മീറാസ വാരിസിൻ, അനന്തരമെടുക്കേണ്ട ഒരു വ്യക്തിയുടെ അനന്തര സ്വത്തിൽ നിങ്ങൾ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ, മുറിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു മുറിച്ചു കളയും മീറാസഹു മിനൽ ജന്ന, നിങ്ങളെ സ്വർഗത്തിലേക്കുള്ള ബാധ്യതയും പ്രവേശനവും സ്വർഗത്തിൽ നിങ്ങളുടെ സ്ഥാനവും അള്ളാഹു അങ്ങ് മുറിച്ചു കളയും എന്ന് അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നു. അതുകൊണ്ട് തന്നെ അനന്തര സ്വത്തിന്റെ വിഷയത്തിൽ ഇടപെടുമ്പോ ഗൗരവത്തോടുകൂടി നമ്മൾ ആ വിഷയം ചിന്തിക്കണം. അത് കൊടുക്കുന്നിടത്ത് നമ്മളിൽ ചിലരുടെ താല്പര്യം മാത്രമല്ല പരിഗണിക്കേണ്ടത്. എനിക്കർഹതപ്പെട്ടത് അത്രയേയുള്ളൂ, എനിക്കതേ ഹലാലാകുന്നുള്ളൂ. എന്റെ സ്വത്തിനോട്, അതല്ലെങ്കിൽ വാപ്പാന്റെ സ്വത്തിനോട് ഇത്രക്ക് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതാണോ എങ്കിൽ എന്റെ വാശി അവന്റെ ബാധ്യതക്ക് കാരണമാകാൻ പാടില്ല. അങ്ങനെ ബാധ്യത വെക്കുന്നുണ്ട് എങ്കിൽ, അവന്റെ ബാധ്യതയിൽ കൂടി എന്റെ വാശി കാരണമാകുന്നുണ്ടെങ്കിൽ ആ പാപം എന്നിലേക്കും വരും എന്ന് ചിന്തിക്കുന്ന മനസ്സോടുകൂടി മൻ അഖദ ശിബ്റൻ മിനൽ അർളി ളുൽമ, ആരെങ്കിലും ഭൂമിയിൽ നിന്ന് ഒരു ശിബ്ർ എന്ന വാക്കിന് ഉലമാക്കൾ പലതും കൊടുത്തിട്ടുണ്ട്. ഒരു കൈയിന്റെ അറ്റത്തിന്റെ ഭാഗം, ഒരു കൈവിരലിന്റെ ഭാഗം, നിങ്ങൾ ആരെങ്കിലും ഒരു തുണ്ട് ഭൂമി നിങ്ങൾ അന്യായമായി എടുത്തിട്ടുണ്ടെങ്കിൽ, വേലി കെട്ടുമ്പോ, അല്ലെങ്കിൽ കല്ലിടുമ്പോ, അല്ലെങ്കിൽ കണക്ക് പറയുമ്പോ, ആരെങ്കിലും സ്വാധീനിച്ചിട്ടോ എന്തെങ്കിലും നടത്തിയിട്ടോ 1 ഇഞ്ച് നിങ്ങളെങ്ങാനും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, യൗമൽ ഖിയാമത്തി മിൻ 7 അർളീൻ, 7 ഭൂമിയുടെ ഭാരമായി ആ 1 ഇഞ്ച് ഭൂമി നിങ്ങളെ കഴുത്തിൽ അള്ളാഹു ചുറ്റിത്തരും. 7 ഭൂമിയുടെ ഭാരമായി ആ ഒരു തുണ്ട് ഭൂമി നിങ്ങളെ കഴുത്തിൽ പടച്ചോൻ പരലോകത്ത് ചുറ്റിവരിയും. ആ ചുറ്റിവരിഞ്ഞ ഭൂമിയുടെ ഭാരം പേറി നിങ്ങൾ പരലോകത്ത് കുമ്പിട്ട് കിടക്കുമ്പോ നിങ്ങൾ സമ്പാദിച്ച, അന്യായമായി തിന്ന ആ സ്വത്തിന്റെ പേരിൽ സർവ്വ അമലുകളും നശിച്ച് അള്ളാന്റെ മുൻപിൽ നിങ്ങൾ ഏറ്റവും വലിയ ഹതഭാഗ്യരാകുമെന്ന് ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി തന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊരുപാട് അക്രമങ്ങൾ ആ വിഷയത്തിൽ നടക്കുന്നുണ്ട്. വേണ്ടപ്പെട്ട രീതിയിൽ അറിവില്ലായ്മയാണെങ്കിൽ ചോദിച്ച് പഠിക്കണം അറിവുള്ള ഉലമാക്കളോട്. കാരണം എന്റെ ഏതെങ്കിലും ഒരു അറിവില്ലായ്മ ഈ കുടുംബത്തിന്റെ ഒരു പ്രശ്നമാവാൻ പാടില്ല. അർഹതപ്പെട്ടത് തടയാൻ പാടില്ല. ഇന്ന മണ്ണ് കൊണ്ടുക്കുമ്പോ കാക്കാന്റെ വാശിയാ ഞങ്ങൾ ഇങ്ങനെ ആവാനുള്ള കാരണമെന്നും, ഉമ്മാന്റെ പകയ അങ്ങനെ ആവാനുള്ള കാരണമെന്നും, ഉമ്മന്റെ പെങ്ങന്മാരെയും ദേശീയ അങ്ങനെ ആവാനുള്ള കാരണമെന്നും ഒരാളെങ്കിലും കബറിലേക്ക് നോക്കി മനസ്സുകൊണ്ട് പറഞ്ഞ അതോടെ തീരും. ദുനിയാവ് ചെയ്ത എല്ലാ അമലുകളും ന്യായം അന്യായമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ആ സാമ്പത്തിക രംഗത്ത്, അനന്തര രംഗത്ത് ഒരൽപ്പം ഗൗരവത്തോടെ പെരുമാറിയിട്ടില്ലെങ്കിൽ ആ ഒരൊറ്റ വിഷയത്തിന്റെ പേരിലാ ഭൂരിപക്ഷ കുടുംബങ്ങളും ഇന്നകന്നുകൊണ്ടിരിക്കുന്നത്, പക കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ചുറ്റുഭാഗത്ത് നിന്നല്ല, കേരളത്തിലേക്ക് എവിടെ നോക്കിയാലും, ഏത് കുടുംബത്തെ നോക്കിയാലും മരിച്ച വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചു, വാപ്പള്ള കാലത്ത് മക്കൾ ചേർന്നു നിന്നു. മണ്ണുക്ക് വെച്ച വാപ്പക്ക് അന്ന് മുതൽ ദുനിയാവിന്റെ മേലെ മക്കൾ കാട്ടിക്കൂട്ടുന്നത് കാണാൻ പറ്റുന്നില്ലെങ്കിലും അതൊക്കെ വാപ്പാനെ മുൻനിർത്തി പടച്ചോൻ ചോദിക്കുന്ന ഒരു മഹിഷറയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ തമ്മിലടിക്കുന്ന മക്കൾക്ക് ആ വാപ്പാന്റെ അരികിൽ ആർജവത്തോടെയും സമാധാനത്തോടെയും നിൽക്കാനുള്ള ഒരു വകുപ്പെങ്കിലും മരണത്തിന്റെ മുൻപ് നമ്മൾ കണ്ടെത്തി വെക്കണം. ആ തിരിച്ചറിവോടെ ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് അക്രമങ്ങളും അനീതിയും ബാക്കി വെച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നതെങ്കിൽ വലിയ ബാധ്യതയായിരിക്കും റബ്ബിന്റെ മുൻപിൽ, അള്ളാഹുവിന്റെ ഭൂമിക്ക് മുൻപിൽ, റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഒരാൾ മരണപ്പെടുന്നതോടുകൂടി, അത് വാപ്പയാണെങ്കിൽ, ഇനി അതല്ല ഉമ്മയാണെങ്കിൽ, അവരുടെ പേരിലുള്ള അനന്തര സ്വത്തിന്റെ വീതം വെക്കൽ നീട്ടിവെക്കരുത്, വേഗത്തിലാക്കണം എന്നത് ഹദീസിന്റെ പ്രഖ്യാപനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കൗല. കാരണം അത് വേഗം തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ആ ഭൂമിയുടെ പേരിൽ, അതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ആ കുടുംബങ്ങളിലേക്ക് കടന്നു വരും. കാരണം ഭൂമിയായാലും ഉൽപ്പന്നമായാലും അതിന്റെ അവസ്ഥകൾ പെട്ടെന്ന് മാറി മറിയും. ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് എളുപ്പം ബോധ്യപ്പെടും. ഒരു പിതാവ് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ വീതം വെക്കുന്ന ആ രംഗത്ത് അതിൽപ്പെട്ട ഒരാൾക്ക് ഒരു മകന് കിട്ടിയത് അത്ര പ്രസക്തമല്ലാത്തൊരു മലഞ്ചെരുവിന്റെ സൈഡിലായിരുന്നു. അന്ന് വീതം വെച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു, അതവന് തീരുമാനം പ്രകാരം കിട്ടിയതാണെങ്കിൽ അവൻ അത് കിട്ടിയാൽ മതി. കാരണം അല്ലാത്തവർക്കൊക്കെ കിട്ടിയത് റോഡിന്റെ സൈഡ്, കണ്ണായ പറമ്പ്. അതന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും കൂടി ഒരു തീരുമാനാക്കി. സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടും കുടുംബം അതിന്റെ പേരിൽ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് ചിന്തിച്ചിട്ടും ആ ചെറുപ്പക്കാരൻ പിന്നീട് അതിന് വാശി പിടിക്കാനും പോയില്ല. ഉള്ളവരിൽ ഏറ്റവും കുറവായിരുന്നു ആ ചെറുപ്പക്കാരന്. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം, 14 കൊല്ലങ്ങൾക്കിപ്പുറം ഒരു വലിയ ഹോസ്പിറ്റാലിറ്റി സിറ്റി ആ മലഞ്ചെരുവിന്റെ മധ്യഭാഗത്തേക്ക് വന്നു. അതോടുകൂടി ഈ സ്ഥലത്തിന്റെ വില കൂടി. ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ ആളുകൾ സ്ഥലത്തിന് വേണ്ടി പരക്കം പായാൻ തുടങ്ങി. റോഡിന്റെ വികസനം വന്നപ്പം നിശ്ചയിക്കപ്പെട്ട ഒരാൾക്ക് കിട്ടിയതിന്റെ പകുതി പോലും പോയി. അവസാനം ഇപ്പൊ വീണ്ടും അത് പ്രശ്നമായി. രേഖപ്പെടുത്താത്തതിന്റെ പേരിൽ ആ മലഞ്ചെരുവിലുള്ള കണ്ണായ ഭൂമിക്ക് വേണ്ടി 6 മക്കളും ഇപ്പൊ തമ്മിൽ തുടങ്ങി. ഇതൊക്കെ കൺമുൻപിൽ കണ്ടതുകൊണ്ട് തന്നെയാ അള്ളാന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും, മരിച്ചുപോയ ആളുകളുടെ കടം നിങ്ങൾ പെട്ടെന്ന് വീട്ടണം. നിങ്ങൾക്കത് വീട്ടാൻ നിങ്ങളെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ലേ? വാപ്പാന്റെ മുതൽ വിൽക്കണം, വാപ്പാന്റെ കബറ് നന്നാവാൻ. കാരണം കുറച്ച് കാലം കഴിഞ്ഞ് വീതം വെപ്പൊക്കെ കഴിഞ്ഞാൽ മൂത്തോൻ എളിയോനോട് പറയും, ഈ വീട്ടിയാ മതി, എനിക്കാ നല്ലത് കിട്ടി. എളിയോൻ രണ്ടാമത്തോനോട് പറയും, എനിക്ക് എന്താ ഇപ്പൊ കിട്ടിയത്? റൂം മുഴുവൻ എനിക്കല്ലേ കിട്ടിയത്, ഈ വീട്ടിയാ മതി. അവസാനം മണ്ണ് കിടക്കുന്ന വാപ്പാന്റെ കട അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ദുയൂന മൗത്താക്കും, മരിച്ച വ്യക്തിന്റെ കടം നിങ്ങൾ വേഗം വിട്ടിയേക്കണം. വഖസ്സിമു, എന്നിട്ട് നിങ്ങൾ തീർപ്പാക്കണം, വീതിക്കണം. ഹുഖൂഖഹും, ഓരോരുത്തർക്കുള്ള വീതം നിങ്ങൾ വീതിക്കണം. ബൈന, അതോടൊപ്പം തന്നെ ഏതിന്റെ നീലക്ക്? ബൈന വറസത്തിഹിം സരിആ, ബൈന വറസത്തിഹിം, അവകാശികൾക്കിടയിൽ നിങ്ങൾ ആ ഹക്കായ മുതൽ വേഗം വീതിക്കണം. സരീഅൻ, വളരെ എളുപ്പത്തിൽ. എന്നിട്ട് നിങ്ങൾ അത് രേഖയാക്കി കളയണം. അതല്ല എങ്കിൽ ഉൽപ്പന്നമാണ്, മണ്ണാണ്, ഏത് സെക്കൻഡും അത് വില കൂടിയേക്കാം, വില തകർന്നേക്കാം. അത് റബ്ബിന്റെ കഥ. നമ്മളെ കൺമുൻപിൽ പല അനുഭവങ്ങളും ഇല്ലേ? ഒരു കാലത്ത് റോഡ് കണ്ട് റോഡ് സൈഡ് കിട്ടി എന്ന പൂതി വെച്ച് വാങ്ങിക്കൂട്ടിയവര് പിന്നീട് അത് 6 വരിയായപ്പം പിന്നെ ഉള്ളതും പോയി, ഉള്ള സ്ഥാപനം പോലും കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ കുടുംബം അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കാതിരിക്കാനാ അത് വേണ്ടവർക്ക് നിങ്ങൾ വേണ്ട നിലക്ക് വേഗം തന്നെ ആ മുതൽ വീതിച്ചു കൊടുക്കണേ എന്ന് പറയുന്നത്. വാപ്പാന്റെ മുതൽ വീതിക്കുമ്പോ പോലും ഉമ്മാക്കൊരോധി വെക്കാനുള്ള കാരണതാ. ഇതൊന്നും ആർക്കും വേണ്ട. നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറായ മതി എന്നുള്ളൊരു ധാരണയില്ല. മുസ്ലിം സമൂഹത്തിലെ പല കുടുംബങ്ങളിലും ഇന്നകം പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിലാണെങ്കിൽ കോടികളെ സ്വത്ത് 2-3 തലമുറക്ക് അനുഭവിക്കാൻ കിട്ടാതെ വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ
50ഉം 100ഉം കൊല്ലം മുഖത്തോട് മുഖം നോക്കാതെ കേസും കൂട്ടായിട്ടുള്ള സമ്പാദ്യം ദുനിയാവിൽ തന്നെ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ ബന്ധങ്ങൾ തലമുറകളിലേക്ക് പകയായി വളരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് മാറി ചിന്തിക്കണം. ഏത് നിലക്ക് പടച്ചോന്റെ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടെക്കുന്നത് 3 വെള്ളത്തുണിയിലാണെങ്കിൽ ഒരു ഭാരവും കൈത്തിൽ എനിക്ക് ഉണ്ടാവാതെ പോകാൻ പറ്റണം എന്നുള്ള നിലക്ക് ചിന്തിക്കാൻ പറ്റണം. എങ്കിലേ അനന്തര സ്വത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കപ്പെടാൻ സാധിക്കൂ. ഒരിക്കലും ഒരാളുടെ രക്ഷ നമ്മളെ വാശി കൊണ്ട് തടയപ്പെടരുത്. ഒരാളുടെ രക്ഷ നമ്മളെ പക കൊണ്ടും നമ്മളുടേതായ ഒരു രീതി കൊണ്ടും ഒരാളുടെ രക്ഷ തടയപ്പെടാൻ പാടില്ല. ആ ചിന്ത ഞാൻ പറയാനുള്ള കാരണം, നാളെ റബ്ബിന്റെ മഹ്ശറയിലെത്തുമ്പോ ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നോ എന്ന് റബ്ബ് ചോദിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് വലിയ ധാരണ അല്ലായിരുന്നു റബ്ബേ എന്ന് പറയരുത് എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഈ വാക്കുകൾക്കുള്ളൂ. അറിവുകൾ മനുഷ്യനെ തിരുത്താനാവുന്നില്ല എങ്കിൽ അതിന്റെ മറുപടിയും പരലോകത്തേക്ക് നമ്മൾ കണ്ടുവെക്കുക. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം രോഗം ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾ എന്താണോ റബ്ബെ ഏറ്റവും ഹൈറായത്, ആ ഹൈറായതിലേക്ക് നൽകി എല്ലാ കുടുംബങ്ങളോടും വ്യക്തികളോടും നീ തൗഫീക്ക് കാണിക്കണമേ നാഥ. കടബാധ്യതയിൽപ്പെട്ടവർ, അതോടൊപ്പം ഹറാമായ ലോണ് പോലെയുള്ള സംവിധാനത്തിൽ അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് നാഥ. ഹലാലായ നിലക്കതെല്ലാം വീട്ടി ഹലാലായ ഒരു ജീവിതവുമായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ നാഥ. അന്യായമായൊരു സ്വത്ത് ഞങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മയായി കരുതി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആ സ്വീകരിച്ച് അതെന്താണ് ഏറ്റവും ഹൈറായ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം, ആ തീരുമാനത്തിലേക്ക് നീ ഞങ്ങൾക്ക് മനസ്സിൽ തഖ്വയും ആരോഗ്യവും ശക്തിയും നൽകി ഞങ്ങളെ ഖബർ ജീവിതം ധന്യമാക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.